PK ടെലിവിഷൻ 2020 എന്ന ഗണിത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാനും കോണും ചാപവും എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. അതായത് ഒരു വൃത്തത്തിൻ്റെ ഞാണും കോണും ചാപവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ദൃശ്യമാകുന്ന ബെൽ ഐക്കണിൽ ഒന്ന് എനേബിൾ ചെയ്യുക. ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിന് കേന്ദ്രത്തിൽ കൂടി ഒരു വര വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്ന വരയുടെ പ്രത്യേകത എന്താണ്? അത് വൃത്തത്തിന് എന്താണ്? വ്യാസമാണ്. ആ വ്യാസം എന്ത് ചെയ്യും? വൃത്തത്തെ എന്താക്കി മാറ്റും? രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കും. അല്ലേ? രണ്ട് തുല്യ വിഭാഗങ്ങളായിട്ട് വിഭജിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു വൃത്തമാണ്. അപ്പോൾ എന്താണ്? ഒരു വ്യാസം വരച്ചു. ആ വ്യാസം ഈ വൃത്തത്തെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു. അപ്പോൾ നോക്കൂ, ആ വൃത്തത്തിൻ്റെ വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ നിന്ന് രണ്ട് വരകൾ വൃത്തത്തിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ കോണളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി. അത് ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ഭാഗത്തും എന്താണ്? ഈ ഭാഗത്തേക്ക് വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 90 ഇത് ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. നമ്മൾ ഈ വ്യാസത്തിന് പകരം ഒരു ഞാൺ പരിഗണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ഞാണിൻ്റെ അറ്റത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരകൾ വരയ്ക്കുക. അപ്പം എന്താ കിട്ടുക? ഇതെന്താണ്? ഒരു ഞാണാണ്. ഈ ഞാണിൻ്റെ അറ്റത്തിൽ നിന്ന് ചെയ്തു ഇതുപോലെ രണ്ട് വരകൾ ഈ വൃത്തത്തിൽ മുട്ടുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ എന്തായിരിക്കും? ഈ കാണുന്ന കോണളവുകൾ എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഇത് 30 ആയിരിക്കും. ഇത് എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ കാണുന്ന ഞാണിൻ്റെ അറ്റത്തിൽ നിന്ന് ഈ വരകൾ ഈ ചാപത്തിൽ മുട്ടുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ലഭിക്കുന്ന കോണളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ലഭിക്കുന്ന കോണളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കോണുകൾ തമ്മിലുള്ള ബന്ധം കാണണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിലെന്താണ്? ഈ കാണുന്ന രണ്ട് കോണുകൾ തമ്മിലുള്ള ബന്ധം കാണണം. അതിനുവേണ്ടി ഞാൻ ചെയ്ത് നോക്കൂ. ആദ്യം പി എന്ന ബിന്ദു അടയാളപ്പെടുത്തി. വൃത്തത്തിൽ എന്ത് ചെയ്തു? പി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ആ പി എന്ത് ചെയ്യുക? എയിലേക്കും ബിയിലേക്കും യോജിപ്പിക്കുക. ഒരു വര എന്ത് ചെയ്തു? എയിലേക്കും ബിയിലേക്കും യോജിപ്പിക്കുക. അതിന് മുമ്പായിട്ട് ഈ പിയിൽ നിന്നും ഓയിലേക്ക് ഒരു വര വരയ്ക്കണം. ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? ഒന്ന് ഞാൻ എന്ത് ചെയ്തു? എക്സ് ആയി എടുത്തു, മറ്റെന്താണ്? വൈ ആയി എടുത്തു. ഇനി ഈ ബിന്ദുവിൽ നിന്ന്, ഈ കേന്ദ്രത്തിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും രണ്ട് വരകൾ യോജിപ്പിക്കുക. എയിലേക്കും ബിയിലേക്കും രണ്ട് വരകൾ യോജിപ്പിക്കുക. ഇവിടെ നോക്കൂ, ഈ OAയും OPയും എന്താണ്? വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് രണ്ടെന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതുപോലെ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്താണ്? ഈ കാണുന്നത് എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിൻ്റെ പാദകോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നോക്കൂ, നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഈ കോണും ഈ കോണും തമ്മിലുള്ള ബന്ധമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഈ കോണത്രയായിരിക്കും, ഈ കോണത്രയായിരിക്കും, ഈ കോണത്രയായിരിക്കും. ഇത് രണ്ടിനും തുക എത്രയാണ്? എക്സ് കൂട്ടണം എക്സ് എത്രയാണ്? 2x. അപ്പോൾ ഈ കോണളവ് എത്രയായിരിക്കും? പറയൂ. ഈ മൂന്ന് കോണളവ് കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 180. അപ്പോൾ ഈ കോണളവ് എത്രയായിരിക്കും? ഈ രണ്ട് കോണും എക്സ് ആയതുകൊണ്ട് ഈ കോണളവ് എത്രയാണ്? 180 മൈനസ് 2x. അതുപോലെ ഈ കോണളവ് എത്രയാണ്? 180 മൈനസ് 2y. അല്ലേ? 180 മൈനസ് 2y. ഇത് നോക്കൂ, ഈ മൂന്ന് കോണുകളും കൂട്ടി എത്ര ഉണ്ടാകുക? ഈ കാണുന്ന മൂന്ന് കോണുകളും കൂട്ടി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? കോൺ AOB C ഡിഗ്രി ആയാൽ എന്താണ്? അവയുടെ തുക എന്തായിരിക്കും? ഈ മൂന്ന് കോണുകളുടെ തുക എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അല്ലേ? 180 മൈനസ് 2x കൂട്ടണം 180 മൈനസ് 2y കൂട്ടണം C ഡിഗ്രി സമം 360. ഇതിൽ ഈ 180 എത്രയാണ്? 360.
അല്ലേ? -2x -2y പ്ലസ് സി സമം ഉണ്ടാവും 360 ഡിഗ്രി. ഓക്കെ, അതിൽ ഈ 360 ഈ 360 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്തുണ്ടായിരിക്കും? -2x -2y സമം പ്ലസ് സി ഡിഗ്രി സമം എന്താണ്? 0. ഈ -2x -2y ഈ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ സി ഡിഗ്രി ഈക്വൽ ടു 2x പ്ലസ് 2y, ദാറ്റ് ഇംപ്ലൈസ് സി ഡിഗ്രി ഈക്വൽ ടു ഇതൊന്നും രണ്ടും ചെയ്തു പൊതുവായിട്ട് 2 എടുക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിഗ്രി ഉണ്ടാവും അല്ലേ? അതായത് ഈ സി ഡിഗ്രി എന്തായിരിക്കും? 2 ഇൻറ്റു ഇവയുടെ തുകയായിരിക്കും, എക്സിൻ്റെയും വൈയുടെയും തുകയായിരിക്കും. സി ഡിഗ്രി ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിഗ്രി. അതായത് ഈ കാണുന്ന കോണിൻ്റെ ഇരട്ടിയാണ് ഈ കോൺ. അതായത് എ ബി എന്ന ഞാൻ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കാണുന്ന ഈ ഞാന് വൃത്തത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ എന്തായിരിക്കും? ഇരട്ടി ആയിരിക്കും. അതായത് സി ഡിഗ്രി സമം 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. നോക്കൂ, ഇവിടെ പിയുടെ സ്ഥാനം എന്താണ്? ഈ ഞാണിൻ്റെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അല്ലേ? ഇനി നോക്കൂ, ഈ പിയുടെ സ്ഥാനം ഈ ഞാണിൻ്റെ ഈ ഭാഗത്ത് ഞാൻ പരിഗണിച്ചു, ഈ ഭാഗത്തൊരു ബിന്ദു പരിഗണിച്ചു. ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഒരു വ്യാസം വരയ്ക്കും. അപ്പോൾ എന്താണ്? ഒരു അർദ്ധവൃത്തം കിട്ടും. ഇതുപോലെ കണ്ടോ? ഇതുപോലെ ഞാൻ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ എ ബി ആയിരുന്നു, അതേ എ ബി തന്നെ ഇവിടെയും കാണുന്നത് കണ്ടോ? ഇതാണെന്ത്? എ ബി. പി എന്ന ബിന്ദു എന്ത് ചെയ്തു? ഈ ഭാഗത്ത് ഞാൻ പരിഗണിച്ചു. അതിനുശേഷം ഈ പിയിൽ നിന്നും ഒയിലേക്ക് വരച്ചു, ബിയിൽ നിന്നും ഒയിലേക്ക് വരച്ചു, എയിൽ നിന്നും ഒയിലേക്ക് വരച്ചു. ഇതുപോലെ വരച്ചു. ഞാൻ ഈ കോണളവ് എക്സ് ഡിഗ്രി എഴുതും. അപ്പോൾ ഈ കോണളവ് എത്രയായിരിക്കും? ഈ കോണളവ് എത്രയായിരിക്കും? അത് എത്രയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അതെന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. നോക്കൂ, ഈ കോണളവ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്? ഇവിടെ എന്താണ്? സി ഡിഗ്രിയാണ്. അതേ സി ഡിഗ്രിയാണ് അല്ലേ? സി ഡിഗ്രി എന്താണ്? എ ബി എന്ന ഞാൻ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവാണ് സി ഡിഗ്രി. ഇവിടെ നോക്കൂ, എ ബി എന്ന ഞാൻ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവാണെന്ത്? സി ഡിഗ്രി. ഇവിടെ എക്സ് ആണ്, ഇവിടെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എന്താണ്? ഇത് മൊത്തം എത്രയായി മാറും? ഈ കോണം എന്തായിരിക്കും? 180 മൈനസ് 2x ആയിരിക്കും. 180 മൈനസ് എന്തായിരിക്കും? 2x ആയിരിക്കും. ഇനി ഈ കോണളവ് എന്താ എടുത്തിരിക്കുന്നത്? ഈ കോണളവ് y ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഒ പി ബി എന്ന ത്രികോണം പരിഗണിക്കൂ. ഒ പി ബി എന്ന ത്രികോണം പരിഗണിക്കൂ. അതിൽ ഒ പിയും ഒ ബിയും എന്താണ്? തുല്യമാണ് അല്ലേ? ആരങ്ങളാണ്. അപ്പോൾ എന്താണ്? ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് y ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? അതെന്തായിരിക്കും? y ഡിഗ്രി ആയിരിക്കും. ഈ y പ്ലസ് വൈ എത്രയാണ്? 2y. അപ്പോൾ എന്തായി മാറും? ഈ കോണളവ് എത്ര ആയിരിക്കും? 180 മൈനസ് 2y അല്ലേ? 180 മൈനസ് 2y ആയിരിക്കും. നോക്കൂ, ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഈ കോണളവ് എന്താണ്? സി ഡിഗ്രിയാണ്. ഈ കോണളവ് എന്താണ്? സി ഡിഗ്രിയാണ്. ഇതെന്താണ്? ഇത് മൊത്തം എത്രയാണ്? 180 മൈനസ് 2x ആണ്. ഇതെന്താണ്? 180 മൈനസ് 2y ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ കോൺ എ പി ബി എന്താണ്? കോൺ എ പി ബി സമം എന്തായിരിക്കും? ഇത് മൊത്തം y ആണ്. ആ y എന്ത് ചെയ്യും? നമ്മൾ ഈ എക്സ് മൈനസ് ചെയ്യുക. അപ്പം എന്തായിരിക്കും? കോൺ എ പി ബി സമം എന്തായിരിക്കും? y മൈനസ് എക്സ് ഡിഗ്രി. അത് ഇക്വേഷൻ നമ്പർ എ എടുത്തു. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ സി ഡിഗ്രി എന്താണ്? ഈ കാണുന്ന സി ഡിഗ്രി പറഞ്ഞാൽ ഈ മൊത്തം കോണളവ് നിന്ന് ഈ കോണളവ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് 2x മൈനസ് പിന്നെ എന്താണ്? 180 മൈനസ് 2y സമം എന്തായിരിക്കും? സമം 180 മൈനസ് 2x. ഈ മൈനസ് എന്ത് ചെയ്യുക? 180 ഗുണിച്ചാൽ മൈനസ് 180. ഈ മൈനസും മൈനസും എന്താണ്? ഗുണിച്ചെന്തായിരിക്കും? പ്ലസ് 2y. അത് നോക്കൂ, 180 മൈനസ് 180 അപ്പോൾ എന്തായിരിക്കും? മൈനസ് 2x പ്ലസ് 2y സമം എന്തായിരിക്കും? 2y മൈനസ് 2x സമം എന്തായിരിക്കും? 2 ഇൻറ്റു എന്തായിരിക്കും? 2ന് പൊതുവായിട്ട് 2 ഉണ്ട് അല്ലേ? 2 ഇൻറ്റു y മൈനസ് എക്സ് ഡിഗ്രി അല്ലേ? 2 ഇൻറ്റു y മൈനസ് എക്സ് ഡിഗ്രി സമം എന്താണ്? 2 ഇൻറ്റു കോൺ എ പി ബി. കോൺ എ പി ബി ഈ കോണം എന്തായിരിക്കും? അപ്പോൾ എന്തായിരിക്കും? 2 ഇൻറ്റു y മൈനസ് എക്സ് ഡിഗ്രി സമം 2 ഇൻറ്റു കോൺ എ പി ബി അല്ലേ? കോൺ എ പി ബി നീട്ടി. അപ്പോൾ നോക്കൂ, ഈ സി ഡിഗ്രി എന്നാണ് ഈ കേന്ദ്രകോണം എന്താണ്?
ഈ കേന്ദ്രകോണം, അതായത് ഈ ഞാണ് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണളവായ സി ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അതേ ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ എത്രയാണ്? ഇരട്ടിയാണ്. അപ്പോൾ നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് ആയിരുന്നു. നേരത്തെ കിട്ടിയിരിക്കുന്നത് സി ഡിഗ്രി ഈക്വൽ ടു 2 ഇൻറ്റു കോൺ APB ആയിരുന്നു. അതേ റിസൾട്ടാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പിയുടെ സ്ഥാനം മാറ്റിയപ്പോൾ എന്താണ്? ഒരേ റിസൾട്ടായിട്ടിരിക്കുന്നത്. ഒരു ഞാൻ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് സമം അതേ ഞാൻ വൃത്തത്തിന്റെ ചാപത്തിലുണ്ടാക്കുന്ന കോണിന്റെ എത്രയാണ്? ഇരട്ടി ആണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ പി എന്ന ബിന്ദു ഈ വൃത്തത്തിന്റെ ഈ ഭാഗത്ത് പരിഗണിച്ചാലും അതുപോലെ AB എന്ന ഞാനിന്റെ ഈ ഭാഗത്ത് പരിഗണിച്ചാൽ എന്തായിരിക്കും? കേന്ദ്രകോണിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിലുണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ വൃത്തത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവ് പറഞ്ഞാൽ കേന്ദ്രകോണിന്റെ നേർ പകുതി ആണ്. ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം ഒരു വൃത്തം വരച്ചു. വൃത്തം വരച്ചിട്ട് അതിന് ശേഷം ചെയ്തു 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഈ വൃത്തത്തിൽ എന്ത് ചെയ്തു? 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. അതിനുശേഷം ഒരു വര വരച്ചു. ഇതുപോലൊരു വര വരച്ചു. ആ വരയുടെ അറ്റങ്ങൾ എന്ത് ചെയ്തു? കേന്ദ്രവുമായി വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം ആ വൃത്തത്തിനെ ഞാൻ വേറൊരു ബിന്ദു അടയാളപ്പെടുത്തി. അതിനുശേഷം എന്ത് ചെയ്തു? 2 വരകൾ വരച്ചു. ഇതാണെന്ത്? ഇതാണ് ആദ്യത്തെ വര, ഇതാണെന്ത്? അടുത്ത വര. ഇങ്ങനെ 2 വരകൾ വരച്ചു. അതിനുശേഷം കോണുകൾ അളന്നെഴുതി. നോക്കൂ, ഇതെന്താണ്? ഇതൊരു കോണാണ്. ഇതൊരു അടുത്തൊരു കോണാണ്. ഇങ്ങനെ 2 കോണുകൾ അളന്നെഴുതി. ഞാൻ ഈ സൗകര്യത്തിന് വല്ലതും നീക്കി. അപ്പം എന്താ ഇവിടെ 110.84 അതിൽ പകുതി എത്രയാണ്? 56.42 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇതിങ്ങനെ നാട്ടിങ്ങനെ പല ഭാഗത്തേക്ക് നീക്കി കൊടുത്തു. അപ്പോൾ എന്താണ്? ആ കോണളവിന് യാതൊരു മാറ്റമില്ല. അതായത് ഈ ഞാണിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണിൻ്റെ നേർപകുതിയായിരിക്കും ആ ഞാണിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ വേറെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണളവ്. അപ്പോൾ ഇതിന് നേർപകുതിയാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, ഇവിടെ എത്ര വരുന്നത്? 55.42. ഇവിടെ എത്രയാണ്? 110.84 അല്ലേ? 110.84. അപ്പോൾ കേന്ദ്രകോണിൻ്റെ നേർപകുതിയാണ് ഇവിടെയുള്ള കോണളവ്. ഇതെല്ലായിടത്തും മാറ്റി വെക്കൂ, യാതൊരുവിധ മാറ്റവും വരുന്നില്ല. വ്യാസമല്ലാത്ത ഒരു ഞാണിൻ്റെ അറ്റങ്ങൾ വലിയ വൃത്തഭാഗത്തിലെ ഏത് ബിന്ദുവായും യോജിപ്പിച്ചുണ്ടാക്കുന്ന കോൺ അവ കേന്ദ്രവുമായി യോജിപ്പിച്ചുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ്. നോക്കൂ, അങ്ങനെ റിസൾട്ട് നമുക്ക് കിട്ടി. ഈ എക്സാമ്പിൾ നോക്കൂ, ഈ കോണളവ് എത്രയാണ്? 120 ഡിഗ്രി ആണെങ്കിൽ ഈ 2 കോണുകൾ എത്രയായിരിക്കും? ഈ 2 കോണുകൾ പ്രത്യേകത എന്തായിരിക്കും? ഈ ഞാണ് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണളവ് 120 ഡിഗ്രിയാണ്. അപ്പോൾ അതേ ഞാന് ഈ 2 ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതെത്രയാണ്? 120/2 സമം 60 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കൂ, ഈ കോണളവ് കാണണം. ഈ ചെറിയ ചാപത്തിലെ കോണളവ് കാണണം. ഈ കോണം എന്താണ്? സി ഡിഗ്രി. അതിനുശേഷം ചെയ്യാൻ നോക്കൂ. അപ്പോൾ ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ ഈ 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ എന്താണ്? ഈ കാണുന്ന 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇത് എക്സ് എടുക്കുമ്പോൾ എന്തായി മാറും? ഇത് എക്സ് ആവും. ഇത് വൈ എടുത്താൽ എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഓയിലെ കോണുകൾ പരിഗണിക്കുക. ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പോൾ ഈ കോണം എന്താണ്? 180 - 2x. ഇതും വൈ ആണ്, ഇതും വൈ ആണ്. അപ്പോൾ ഈ കോണം എത്രയാണ്? 180 - 2y ആയിരിക്കും. അറിയില്ലേ, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും വൈ ആകുമ്പോൾ ഇവയുടെ തുക എത്ര ആയിരിക്കും? y + y എന്താണ്? 2y. അപ്പോൾ ഈ കോണളവ് എന്താണ്? 180 - 2y. ഓക്കെ, ഇനി ഓയിലെ കോണുകൾ പരിഗണിക്കൂ. എന്തൊക്കെയുണ്ട് നമുക്ക്? ഈ കോണം എത്രയാണ്? 180 - 2x. ഈ കോണത്തിലാണ് 180 - 2y. ഈ AB എന്ന ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണത്തിലാണ് സി ഡിഗ്രി. അപ്പോൾ എന്തായിരിക്കും? സി ഡിഗ്രി സമം എന്തായിരിക്കും? ഈ കോണമല്ലേ, ഇത് 2 തുകയല്ലേ? എത്ര ആയിരിക്കും അത്? 180 - 2x കൂട്ടണം 180 - 2y. ഓക്കെ, ഇതെന്ത് നമ്മൾ ആദ്യം സംഖ്യകൾ കൂട്ടുക. ഇതിൻ്റെ സംഖ്യകൾ ഏതൊക്കെയാണ്? അവയുടെ തുക എത്രയാണ്?
150 കൂട്ടണം 150 എത്രയാണ് 360 മൈനസ് 2x മൈനസ് എന്താണ് 2y. ഓക്കെ, അപ്പോൾ എന്താകും സി സമം എന്തായിരിക്കും സി ഈ രണ്ട് ടേം എന്ത് ചെയ്തു ഇങ്ങോട്ട് എടുക്കുമ്പോൾ സി പ്ലസ് 2x പ്ലസ് 2y സമം 360 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്തു ഇതിൽ നിന്ന് എന്ത് ചെയ്തു ഈ രണ്ട് ടേമിൽ നിന്ന് ഞാൻ 2 പൊതുവായി എടുത്തു. 2 × x പ്ലസ് വൈ സമം ഈ പ്ലസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി മാറും 360 മൈനസ് സി ആയിരിക്കും. ഈ ഗുണിക്കാൻ രണ്ടും ഇങ്ങോട്ട് പോകുന്നതായി മാറും എക്സ് പ്ലസ് വൈ സമം 360 മൈനസ് സി ഹരിക്കണം 2 ആയിരിക്കും. ഹരിക്കണം 2 ആയിരിക്കും. അതായത് ഈ രണ്ട് കോണുകളുടെ തുക എന്തായിരിക്കും എക്സ് കൂട്ടണം വൈ സമം എന്തായിരിക്കും 360 മൈനസ് ഈ കേന്ദ്ര കോണത്തിലാണ് സി ഡിഗ്രി ബൈ 2. ഓക്കെ, അതായത് കോൺ എ ക്യു ബി സമം 180 മൈനസ് സി ബൈ 2. അതായത് ഒരു വൃത്തത്തിലെ എ ബി എന്ന ഞാനുണ്ടെങ്കിൽ ആ ഞാൻ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവ് സി ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന കോൺ എന്താണ് കോൺ എ ക്യു ബി പറഞ്ഞാൽ 180 മൈനസ് എന്താണ് ഈ കേന്ദ്ര കോണിൻ്റെ നേർപകുതി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു വൃത്തമുണ്ട് കേന്ദ്ര കോൺ ഉണ്ടെങ്കിൽ ഈ കോണളവ് കാണുവാൻ എളുപ്പപണിയായി. എന്താണ് ഈ കോണളവ് എന്തായിരിക്കും എ ബി എന്ന ഞാനിൻ്റെ എതിർവശത്തുണ്ടാക്കുന്ന ഈ കോണളവ് എത്ര ആയിരിക്കും 180 മൈനസ് സി ബൈ 2. ആ ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താണ് വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. എ ബി എന്ന ഞാന് ഒരു വലിയ ചാപവും ഒരു ചെറിയ ചാപവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാനിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ്. നമ്മൾ ആദ്യം കണ്ട കാര്യമാണ്. ചെറിയ ഭാഗത്തിലെ ഏത് ബിന്ദുവുമായി ഞാനിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ എന്തായിരിക്കും ആ കോണം എന്തായിരിക്കും കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതി എന്താണ് 180 ഡിഗ്രിയിൽ നിന്നും കുറച്ചതാണ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ ഈ കോണളവത്തിലാണ് 140. ഈ കോണളവത്തിലാണ് 140. അപ്പോൾ ഇത് എത്ര ആയിരിക്കും പറയൂ എത്ര ആയിരിക്കും 140ൻ്റെ പകുതിയായ എത്ര ആയിരിക്കും 70 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ആയിരിക്കും ഇത് പ്രകാരം 180 മൈനസ് 140ൻ്റെ പകുതി എത്രയാണ് 70. അപ്പോൾ 180 മൈനസ് 70 ഡിഗ്രി സമത്രയിക്കത് സമം 110 ഡിഗ്രിയാണ്. ഓക്കെ, 110 ഡിഗ്രി ആണ്. അപ്പോൾ നോക്കൂ ഇതെന്തായിരിക്കും ഇത് രണ്ട് തുക എത്രയാണ് 180 അല്ലേ. ഇതെന്താണ് ഇത് രണ്ട് തുക എത്രയാണ് 180. അത് വേറെ റിസൾട്ടേ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും അതിനെ രണ്ട് ചാപങ്ങളായി ഭാഗിക്കുന്നു. ഇവയിൽ ഓരോ ചാപത്തിൽ ഈ ചാപത്തിൻ്റെ അറിയാം നമുക്കെയും മറ്റേ ചാപത്തിൻ്റെ മറുചാപം എന്ന് പറയാം. അതായത് ഇതൊരു ഞാനാണെങ്കിൽ ഇതൊരു ചാപം കിട്ടി ഈ ചാപത്തിൻ്റെ മറുചാപം എന്തായിരിക്കും ഇതാണ്. ഇപ്പം നമ്മൾ ഒരു ഞാനിങ്ങനെ ഉണ്ട് ഇതൊരു ചാപമായി പരിഗണിച്ചു. അപ്പം എന്താവും ഈ ചാപത്തിൻ്റെ മറുചാപം എന്തായിരിക്കും ഈ കാണുന്ന ചാപമാണ്. അത് നോക്കൂ ഇവയുടെ കേന്ദ്രകോണുകൾ ഈ രണ്ട് ചാപത്തിൻ്റെയും കേന്ദ്രകോണുകളുടെ തുക എത്രയായിരിക്കും 360 ഡിഗ്രി ആയിരിക്കും. ഇവിടെ സി ഡിഗ്രി ആണെങ്കിൽ ഈ കോണം എത്രയാണ് അര സി ഡിഗ്രിയാണ്. ഈ കേന്ദ്രകോണം എത്രയാണ് ഡി ഡിഗ്രി ആണെങ്കിൽ ഈ ഞാന് കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവ് ഡി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും അര ഡി ഡിഗ്രി ആയിരിക്കും അല്ലേ. അര ഡി ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ കാണണം. ഈ കോണ് കാണണം. ഈ കോണ് സമന്താ ശരിക്കും ഈ കോണ് സമന്താണ് പറയൂ 180 മൈനസ് ഈ കേന്ദ്രകോണിൻ്റെ പകുതി 180 മൈനസ് സി ബൈ 2 അല്ലേ. 180 മൈനസ് സി ബൈ 2 ആണ്. ഞാൻ എന്ത് ചെയ്തു ഒരു അര കൊണ്ട് പുറത്ത് ഗുണിച്ചു 2 കൊണ്ട് ഓരോ ടേമിനെയും ഗുണിച്ചു. അതായത് ഇതിൽ 2 കൊണ്ട് ഓരോ പദങ്ങളെയും ഗുണിച്ചു. അതുപോലെ ഇതിനെന്ത് ചെയ്തു ഒരു 2 കൊണ്ട് ഹരിക്കുകയും ചെയ്തു. അപ്പോൾ അര ഇൻറ്റു 2 × 180 മൈനസ് 2 ഇൻറ്റു സി ബൈ 2. ഓക്കെ, അപ്പോൾ 2 × 180 360 മൈനസ് ഈ 2 ക്യാൻസൽ ചെയ്താൽ 360 മൈനസ് സി. ഇവിടുന്ന് കിട്ടും ഡി സമം 360 മൈനസ് സി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ 360 മൈനസ് സി എത്ര ആയിരിക്കും
ഈ 360 മൈനസ് സി എന്ന് പറയുന്നത് ഡി ഡിഗ്രി ആയിരിക്കും. സമം തെറ്റി അര ഡി ഡിഗ്രി കിട്ടി. അതായത് ചെറിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണത്തിലാണ് അര ഡി ഡിഗ്രി കിട്ടി. നോക്കൂ, ഇവിടുത്തെ ബിന്ദുവിന് പ്രത്യേകം എന്തായിരുന്നു? അതെന്താണ്? ഞാണിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കളാണ്. ഇനി ഞാണിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കൾക്ക് പകരം വ്യാസത്തിൻ്റെ അറ്റത്തിലുള്ള ബിന്ദുക്കൾ പരിഗണിക്കുക. ഇതാ ഈ രണ്ട് ബിന്ദുക്കൾ പരിഗണിച്ചു. അപ്പോൾ എന്തായിരിക്കും? ആ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണം എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ എന്താണ്? വൃത്തത്തിൽ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. നമ്മൾ കണ്ടു കഴിഞ്ഞാണ് വൃത്തത്തിൽ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഓക്കെ, ഒരു ചാപത്തിലെയും കോണുടെ തുക 180 ഡിഗ്രി എന്ന് കാണാം അല്ലേ? നോക്കൂ, ഇരു ചാപങ്ങളിലെയും കോണുടെ തുക എന്താണ്? 180 ഡിഗ്രി എന്ന് കാണാം. അതായത് ഈ ചാപത്തിൻ്റെയും ഈ ചാപത്തിൻ്റെയും കേന്ദ്ര കോണുകൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. എങ്ങനെ തുക 180 ഡിഗ്രിയായി വരുന്ന കോണുകളെ പൊതുവെ അനുപൂരക കോണുകൾ എന്ന് പറയുന്നു. അതായത് ഈ ചാപത്തിൻ്റെയും എന്താണ് രണ്ട് ചാപങ്ങളുടെയും കോണുകളുടെ തുക, ഇരു ചാപങ്ങളുടെയും കോണുകളുടെ തുക 360 ഡിഗ്രി ആകുന്നത് എന്ന് പറയുമ്പോൾ അനുപൂരക കോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അത് കണ്ട കാര്യമാണ്. വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് രണ്ട് ജോഡി കോണുകളും എന്തായിരിക്കും? അനുപൂരകങ്ങളാണ്. കൂട്ടി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇത്ര പരിഗണിക്കൂ. ഈ കോണളവ് 45 ഡിഗ്രിയാണ്. ഈ കോണളവ് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇനി നോക്കൂ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 22.5 ഡിഗ്രി വരയ്ക്കണം. ഈ 22യും 40 തമ്മിലുള്ള ബന്ധം എന്താണ്? 45ൻ്റെ നേർപകുതിയാണ് 22.5 ഡിഗ്രി. അതിനിവിടെ ചെയ്യണം പറഞ്ഞാൽ ഈ വര ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ വരയും വൃത്തവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഉണ്ടാക്കുന്ന കോണം പറഞ്ഞാൽ ഈ 45ൻ്റെ പകുതി ആയിരിക്കും അല്ലേ? ഇതുപോലെ ഉണ്ടാവും. ഈ വര ഇങ്ങനെ നേരെ നീട്ടി വരച്ചു. അപ്പോൾ എന്തായിരിക്കും? ഈ കേന്ദ്രകോണ് അല്ലേ? ഈ ഞാണിൻ്റെ കേന്ദ്രകോണത്തിലാണ് 45. അതേ ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണം എന്തായിരിക്കും? ഇതിന് നേർപകുതിയായിരിക്കും. അത് എത്രയാണ്? 22.5 അല്ലേ? നോക്കൂ, ആ 22ന് പകുതി എത്രയാണ്? 11.25. അത് കിട്ടാൻ എന്ത് ചെയ്തു? ഇത് കേന്ദ്രമായിക്കൊണ്ട് ഒരു വൃത്തം വരച്ചു. അപ്പോൾ എന്തായിരിക്കും? ഈ ഞാണ് കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 22.5 ഡിഗ്രിയാണ്. അതിന് നേർപകുതിയായിരിക്കും ഈ കോണളവ്. അത് എത്രയാണ്? 11.25 ഡിഗ്രി ആയിരിക്കും. നോക്കൂ, നിശ്ചിത കോണുകളും നിശ്ചിത പരിവൃത്തവുമുള്ള ത്രികോണം വരയ്ക്കാനും ഈ തത്വം ഉപയോഗിക്കാം. ഉദാഹരണമായി കോണുകൾ 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി എന്നിവയും പരിവൃത്ത ആരം 2.5 സെൻറ്റിമീറ്ററുമായ ത്രികോണം വരയ്ക്കുക. ആദ്യം നോക്കൂ, ആദ്യം ഞാൻ 2.5 സെൻറ്റിമീറ്റർ ആരത്തെ വൃത്തം വരച്ചു. അതിലെ കേന്ദ്രകോണം എന്ത് ചെയ്തു? 60 ഡിഗ്രി ഞാൻ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് അതെന്താണ്? ഈ ഞാണിൻ്റെ അറ്റങ്ങളിൽ വരച്ച് എന്തായിരിക്കും? അപ്പോൾ ഉണ്ടാക്കുന്ന കോണം എന്തായിരിക്കും? 60ൻ്റെ പകുതിയായ 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ചെയ്ത് നോക്കൂ, ഇവിടെ ഒരു കോണം എത്രയാണ്? 70 ഡിഗ്രി അല്ലേ? അപ്പോൾ ഞാൻ ഒരു പ്രൊട്ടാക്ടർ വെച്ചുകൊണ്ട് ഇവിടെ ഒരു 70 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇവിടെ ഒരു പ്രൊട്ടാക്ടർ അതിൻ്റെ മധ്യഭാഗം ഇവിടെ വരുന്ന രീതിയിൽ, പോയിന്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ബിന്ദു അടയാളപ്പെടുത്തി. അപ്പോൾ അതെത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ ഉണ്ടാകുന്ന വരയും ഈ വരയും കൂട്ടിമുട്ടുന്ന ബിന്ദു എത്രയായിരിക്കും? കോണളവ് എത്രയായിരിക്കും? 30. ഇത് 30ഉം 70 എത്രയാണ്? 100. ഈ കോണളവ് എത്രയായിരിക്കും? 180 ഡിഗ്രി. മൂന്നിന് തുക എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ആയിരിക്കും. ചുവടെയുള്ള ചിത്രങ്ങളെല്ലാം ഓ വൃത്തകേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഞാൻ ഒന്നാമത് ചിത്രം മാറ്റി വരച്ചു. ഇവിടെ നോക്കൂ, ഇവിടുത്തെ കോണം എത്രയാണ്? 20 ഡിഗ്രിയും 30 ഡിഗ്രിയാണ്. 20 ഡിഗ്രിയും 30 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺ 20 ആണെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കും? ഈ കോൺ എത്ര ആയിരിക്കും? ഇവിടെ നോക്കൂ,
ഇവിടെ ഒ എയുടെയും ഒ സിയുടെയും പ്രത്യേകത എന്താണ്? അതെന്താണ്? തുല്യ വശങ്ങളാണ് അല്ലേ? ഈ ത്രികോണത്തിലെ തുല്യ വശങ്ങളാണ്. ഈ കാണുന്ന ത്രികോണത്തിലെ തുല്യ വശങ്ങളാണ്. തുല്യ വശമാകാൻ കാരണം എന്താണ്? അവ എന്താണ്? ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് അല്ലേ? ആരങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും? ഈ കോണും എന്തായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 20 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 20 ഡിഗ്രി അല്ലേ? ഈ കോൺ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോൺ എത്ര ആയിരിക്കും? ഇതേ കാരണം തന്നെ എന്താണ്? ഒ ബിയും ഒ സി എന്താണ്? വൃത്തത്തിലെ ആരങ്ങളാണ്. അപ്പോൾ ഇത് 30 ആവുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? അത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ. ഇനി കാണേണ്ടത് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ എന്താണ്? ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് കോണുകൾ എന്തായി? തുല്യമായി. അപ്പോൾ ഈ കോൺ എത്ര കിട്ടി? നമുക്ക് 50 കിട്ടി. ഇത് എത്ര കിട്ടി? 20 + 30 എത്രയാണ്? 50. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കും? എന്തായിരിക്കും കോണളവ്? പറയും, എത്ര ആയിരിക്കും? കോൺ എ സമം എത്ര ആയിട്ടിരിക്കുന്നത്? 20 + 30 = 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കോണളവ് എത്രയാണ്? ഈ രണ്ട് കോണുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കൂ, ബി സി എന്ന ഞാനിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവും ബി സി എന്ന ഞാനിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കളിൽ നിന്ന് വരയ്ക്കുന്ന വരകൾ ഈ ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ഈ കോൺ പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും ഈ കോണളവ്? കോണളവ് എത്ര ആയിരിക്കും? കോൺ ബി ഒ സി സമം 2 × 50 സമത്തിനാണ് 100 ഡിഗ്രി അല്ലേ? എത്രയാണ്? 100 ഡിഗ്രി. നോക്കൂ, ഇതിൽ ഒ ബിയും ഒ സി എന്താണ്? തുല്യല്ലേ? ഒ ബി സമം എന്താണ്? ഒ സി. അപ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് കോണും എന്തായിരിക്കും? പാദകോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 100 ആണ്. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ തുക എത്ര ആയിരിക്കണം? എത്ര ആയിരിക്കണം? 3 കോണുകളുടെ തുക എത്രയാണ്? 3 കോണുകളുടെ തുക എത്രയാണ്? 150 അല്ലേ? അപ്പോൾ ഈ രണ്ട് കോണുകൾ എത്ര ആയിരിക്കണം? 40 ഡിഗ്രി വീതം ആയിരിക്കണം അല്ലേ? 40 ഡിഗ്രി വീതം ആയിരിക്കണം. അപ്പോൾ നോക്കൂ, നമുക്ക് ത്രികോണം എ ബി സിയിലെ കോൺ എ എത്രയാണ്? 20 + 30 സമത്രയാണ് 50 കിട്ടി. 20 + 30 = 50. ഈ കോണളവ് എത്രയാണ്? 60. ഈ കോണളവ് എത്രയാണ്? 70. അപ്പോൾ ത്രികോണം എ ബി സിയിലെ 3 കോണുകൾ കിട്ടി. കോൺ എ സമം 50, കോൺ ബി സമം 60, കോൺ സി സമം 70 കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കൂ, ആദ്യം അതിന് മുമ്പായിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ 100 കിട്ടി, ഇവിടെ 40 കിട്ടി, ഇവിടെ 40 ഡിഗ്രി കിട്ടി. അപ്പോൾ എന്നിട്ട് ത്രികോണം ഒ ബി സിയിലെ എല്ലാ കോണുകളും കിട്ടി. എത്രയാണിത്? 40, 40, 100. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ത്രികോണം എ ബി സിയിലെ എ ബി സി എന്ന ത്രികോണത്തിലെയും ഒ ബി സി എന്ന ത്രികോണത്തിലെയും കോണുകൾ കാണുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ എന്താണ്? ഈ കോണ് 40 ആണ്. ഈ കോണുകൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലേ? അതിൽ നോക്കൂ, ഒ എയും ഒ സി എന്താണ്? തുല്യല്ലേ? ഇത് 40 ആകുമ്പോൾ ഈ കോൺ എത്ര ആയിരിക്കും? ഈ കോണവ് 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണം എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കൂ, ഈ കോണം എത്രയാണ്? ഇവിടെ 40 40 തുക എത്രയാണ്? 80 ഡിഗ്രി. ഈ 3 കോണുകളുടെ തുക എത്രയാണ്? ഈ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണവ് എത്രയാണ്? എത്ര ആയിരിക്കും? 100 ഡിഗ്രി അല്ലേ? ഇവിടെ 100 ആകുമ്പോഴാണ് ഇത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആകുക. അപ്പോൾ തൊട്ട് 100 ഡിഗ്രി കിട്ടി. ഇത് 100 ആണെങ്കിൽ ഈ കോണം എത്ര ആയിരിക്കും? ഈ കേന്ദ്രകോണിന് നേർ പകുതിയായിരിക്കും ഈ കോണളവ്. എത്രയാണ്? 50 ഡിഗ്രി അല്ലേ? എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ കോണളവ് എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കൂ, ഈ ഒ ബിയും ഒ സി എന്താണ്? ഒരേ വൃത്തത്തിൽ ആരങ്ങളല്ലേ? അപ്പോൾ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ഈ കോണളവ് എത്രയാണ്? 30 ഡിഗ്രി ആയിരിക്കും. എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അത് നോക്കൂ, ഈ കോണളവ് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇനി അടുത്തത് വരാൻ പോകുന്ന പറഞ്ഞാൽ ഈ കോണളവ് എത്ര ആയിരിക്കും? ഇത് 30, ഇത് 30. അപ്പോൾ ഈ കോണളവ് എത്ര ആയിരിക്കും? പറയൂ, എത്ര ആയിരിക്കും? കോൺ ബി ഒ സി സമം 120 ഡിഗ്രി. 30 + 30 എത്ര? 60. ഈ കോണളവ് എത്രയാണ്? 120. അപ്പോൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കോൺ ബി ഒ സി സമത്രയാണ് 120 ഡിഗ്രി. കോൺ ബി ഒ സി സമത്രട്ടി 120 ഡിഗ്രി. അത് നോക്കൂ, ഈ കോണളവ് 120 ആണെങ്കിൽ കോൺ എ എത്ര ആയിരിക്കും? ഈ കാണുന്ന 120 നേർ പകുതിയല്ലേ അല്ലേ? ഈ കേന്ദ്ര കോണിന് നേർ പകുതിയായിരിക്കും ഈ കോണളവ്.
അപ്പോൾ കോൺ എ സമത്തിലാണ് 60 ഡിഗ്രി എന്ന് കിട്ടും. കോൺ എ സമം 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ കോൺ എ സമം 60 ഡിഗ്രിയാണ്. കോൺ സി സമം 70 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ ബി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇത് എത്ര കിട്ടിയിരിക്കുന്നത്? ആദ്യം 50 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആ കോണുകൾ എഴുതി. കോൺ സി സമം 40 + 30 സമം 70 ഡിഗ്രി. ത്രികോണം ഒ ബി സിയിലെ എത്ര കിട്ടി നമുക്ക്? 3 കോണുകൾ കിട്ടി. 30 30 120 കിട്ടി. ഓക്കെ. അതുപോലെ ത്രികോണം എ ബി സിയിലെ 3 കോണുകൾ കിട്ടി. അതൊക്കെയാണത് 60 50 70. ഓക്കെ. അടുത്ത് ചിത്രം മാറ്റി വരച്ചു. ഇവിടെ നോക്കൂ, ഇവിടെ 40 70 ആ ചോദ്യം തന്നാണ്. ബാക്കി എല്ലാ കോണുകൾക്ക് ഞാൻ ഓരോ പേര് കൊടുത്തു. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ത്രികോണം എ ബി സി പരിഗണിക്കുക. ത്രികോണം എ ബി സിയിലെ കോണുകൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ത്രികോണം എ ബി സി പരിഗണിക്കുക. അപ്പോൾ ത്രികോണം എ ബി സി പരിഗണിക്കുമ്പോൾ ഇവിടെ നോക്കൂ, എ ബി സി പരിഗണിക്കണം. ഇത് 40 + 70 110. അപ്പോൾ ഈ കോണിന് തുക എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, ഈ കോണിന് തുക എത്രയായിരിക്കും? എക്സ് + വൈ സമം 180 മൈനസ് ഇവയുടെ തുകയുടെ പകുതി എത്രയാണ്? 180 - e/2 സമം എന്താണ്? 180 മൈനസ് 40 + 70/2 സമം 180 മൈനസ് 55 സമം 125. അപ്പോൾ എന്തായിരിക്കും? എക്സ് + വൈ സമത്രാണ് 125 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ എത്രയായിരിക്കും? 125 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കൂ, ഇനി എന്ത് കാണണം? അടുത്ത് കാണുന്നത് സെഡ് കാണണം. ഈ കാണുന്ന സെഡ് നോക്കൂ, എ സി എന്ന ഞാണ് ബി എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ഒരു കോണളവാണെന്ത്? സെഡ്. അതേ എ സി എന്ന ഞാണ് ഈ വൃത്തത്തിൽ വേറെ എവിടെയും കോണുണ്ടാക്കുന്നുണ്ടോ? നോക്കൂ, ഈ എ സി എന്ന ഞാണ് വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 40 ഡിഗ്രി. ആ കോണും ഈ കോണും തമ്മിൽ ബന്ധം എന്താണ്? സെഡ് സമം എന്തായിരിക്കും? 40/2 സമത്തിലാണ് 20 അല്ലേ? അതായത് ഈ ഞാണ് കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണവ് 40 അതേ ഞാൻ എന്താണ്? വൃത്തത്തിലൊരു ബിന്ദുവായി ഉണ്ടാക്കുന്ന കോണവ് എന്തായിരിക്കും? ഈ 40ൻ്റെ പകുതിയായ 20 ആയിരിക്കും. ഓക്കെ. നോക്കൂ, എൻ നോക്കൂ. അടുത്ത എൻ, അത് കണ്ട് എൻ ആണ്. നമുക്ക് ഈ കോൺ കിട്ടി. ഇനി എൻ കാണണം. എന്തായിരിക്കും? എൻ സമം എന്തായിരിക്കും? എൻ സമം പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ബി സി എന്ന ഞാൻ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണളവ് 70. അപ്പോൾ എൻ എത്ര ആയിരിക്കും? അതിൻ്റെ പകുതിയാണ്. അതായത് 70/2 സമം 35 ആയിരിക്കും. സെഡ് അറിയാം, ഈ കോണ് അറിയാമെങ്കിൽ എൻ നമുക്ക് വേറെ രീതിയിൽ കാണാം. എന്താണ്? ഇത് 300 കൂട്ടിയാൽ 150 അല്ലേ? അപ്പോൾ 150 മൈനസ് ഈ 2 കോണുകളുടെ തുക അങ്ങനെയും കാണാം. ഇനി നോക്കൂ, അടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? എക്സ് + വൈ എത്രയായി? 125. സെഡ് എത്ര ആയിരിക്കുന്നു? 20. എൻ എന്തായിരുന്നു? 35. അതായത് ത്രികോണം എ ബി സിയിലെ 3 കോണുകളും കിട്ടി. ഇനി നോക്കൂ, ഇത് കണ്ടത് ത്രികോണം ഒ ബി സി പരിഗണിക്കുക. ത്രികോണം ഒ ബി സി പരിഗണിക്കുക. അത് നോക്കൂ, ഈ ത്രികോണം ഒ ബി സിയിലെ 3 കോണുകളും കാണുവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ത്രികോണം ഒ ബി സിയിലെ 3 കോണുകളും കാണുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ത്രികോണം ഒ ബി സി പരിഗണിക്കും. ഒ ബി സി, ഈ ഒ ബി സിയിലെ എല്ലാ കോണും കാണണം. അതുമായിട്ട് ത്രികോണം ഒ എ ബി പരിഗണിക്കുക. ഈ ഒ എ ബി എന്താണ്? ഏത് ടൈപ്പ് ത്രികോണമാണ്? ഈ ഒ എ ബി എന്നാൽ ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ എന്തായിരിക്കും? ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. പി സമം എന്തായിരിക്കും? എം ആയിരിക്കും. നോക്കൂ, ഈ കോണളവ് എത്രയാണ്? 40 + 70 സമം 110. അപ്പോൾ എന്താണ്? ഇതിൻ്റെ രണ്ടിനും തുക എത്ര ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 2 കോണളവ് എത്ര ആയിരിക്കും? 35 വീതമായിരിക്കും. ഈ 2 കോണളവ് എത്ര ആയിരിക്കും? 35 വീതം ആയിരിക്കും അല്ലേ? എം സമം പി ആയിരിക്കും. എം + പി എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇത് 40 + 70 110. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ തുക എത്രയാണ്? 70. അപ്പോൾ ഈ 2 കോണുകൾ എത്ര ആയിരിക്കും? ഓരോന്ന് എത്ര വീതമായിരിക്കും? പി = എം = 35 ഡിഗ്രി. ഇത് 35 ഡിഗ്രി ആകുമ്പോൾ സെഡ് എത്രയാണ്? സെഡ് സമം 20 ഡിഗ്രി. 35 + 20 എന്നാണ് 55. ഈ വൈ എത്രയാണ്? അതും എത്ര ആയിരിക്കും? 55 ആയിരിക്കും. ഓക്കെ. y = എം + സെഡ് ആയിരിക്കും. അത് എത്ര ആയിരിക്കും? 55 ഡിഗ്രി. അപ്പോൾ ഒ ബി സി ത്രികോണത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണ്?
ഒന്ന് എത്ര ആയിരിക്കും? ഒന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ആയിരിക്കും, മറ്റു രണ്ട് എത്ര ആയിരിക്കും? 55 ഡിഗ്രി വീതം ആയിരിക്കും.